இந்த സ്പേസിൽ താൻ ചെയ്തേ പറ്റും. ഇല്ല ചേട്ടാ എനിക്ക് തെറ്റുന്നുണ്ട്, ശരി ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങിരുന്ന് ബ്ലഡ്. നമ്മളൊക്കെ വന്നു കയറുമ്പോൾ ചിരിച്ച മുഖം നമുക്ക് സന്തോഷമായിരുന്നു. വേണ്ട, എലിസബത്തെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഷീസ് എ ഗോൾഡ്. குடும்ப பந்தம், ஸ்நேகம், அதில் தான் நம்ம ஜெயிச்சிருக்கோம். அப்போ நான் ஒன்று கேட்குறேன், என் மகளை நான் மகாராணி மாதிரி ஏஞ்சல் மாதிரி நான் வளர்க்கணும்னு ஆகிரகிச்சு எரும மாடி மாதிரி வந்ததுன்னா ഇന്നേ വരെ അഭിരാമി സുരേഷ് ഞാൻ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഞങ്ങൾ ഫോണിൽ ഇരുന്നിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പോയാൽ എൻ്റെ സങ്കടം അവരെ അഫക്റ്റ് ചെയ്യുമെന്നിട്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ദൂരെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷமாக പാട്ടൊക്കെ പാടി അഭിനയിക്കുക ജീവിതത്തിൽ. ഞാൻ ഇപ്പോഴും എൻ മകളെ കാണാൻ പറ്റുമോന്ന് കയ്യേന്തി നിൽக்கிறேன். അവളതാ എൻ്റെ മുമ്പ് വന്ന റൂമിൽ തടയാണ്. ഞാൻ சொன்னேன், மேடம் ഒരു കേസുമില്ല, എൻ മകളെ ഒന്ന് അടുത്ത് പോയി കണ്ടോട്ടെ, എഴുതി കൊടുത്തിരിക്കും. അതായത് ഞാൻ പോയി അടുത്ത് പോയി കണ്ടാൽ அந்த സ്നേഹത്തെ കാണിച്ച് എൻ്റെ മകൾ അത് തിരിച്ചറിഞ്ഞാൽ അവർക്ക് 100% ഉറപ്പ് എൻ്റെ മകൾ എൻ്റെ അടുത്ത് വരും. സിമ്പിൾ ചോദ്യം. കമന്റ് അടിக்கிற എല്ലാവരിടത്തും ഒരേ ഒരു ചോദ്യം, എന്നെ വെറുക്കുവാണെങ്കിൽ വെറുത്തോ ഞാൻ പോവാം. இந்த இன்டர்வியூல ஒரு தீர்மானம் எடுக்கலாம். தீர்மானம் எடுத்துட்டு நீங்க போയാൽ മതി. ജന്മം നൽകിയ ഒരാളുടെ പേരല്ലേ കുട്ടി പറയൂ? ഇല്ല, കുട്ടി ചെറുതാണ്. தெரியாத കാര്യങ്ങൾ பேசாதீங்க சார். நான் வீழ்வேன் என்று நினைத்தாயோ? അത് എനിക്കിട്ടുള്ള പണിയാണോ സുന്ദര സതീഷ്? നിങ്ങൾക്ക് നമ്മുടെ റൊമാൻസ് ലൈഫിൽ എന്നെ കാണുന്നതിന് ചിരിയാ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നെ ഭയങ്കര സ്നേഹം. പോയിട്ട് വരുമ്പോഴൊക്കെ എന്നെ കാണുമ്പോ ചിരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞ ഇന്ന് പറഞ്ഞു, നീ എന്നെ കളിയാക്കറല്ലേ, അതൊക്കെ ചിരിക്കുന്നത്. പാട്ട് ഭയങ്കര ഇട്ടല്ല. മെൻഡൽസൺ ഞാനില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ. ലാലേട്ടനൂടെ തോന്നുന്നുണ്ട്, മമ്മൂട്ടിയുടെ അഭിനയിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇൻപങ്ങൾ തുன்பങ്ങൾ സമமாக വന്നിട ഇതുപോലെ ആനേലടി ഞാൻ പൊല്ലാതവൻ പൊയ് சொல்லாதவൻ എൻ നെഞ്ചത്തിൽ വഞ്ചങ്ങൾ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ക്രിസ്മസ് ദിവസം ഞാൻ എത്തിയ ബാലയുടെ വീട്ടിലാണ്. കാരണം ബാലയെ എനിക്ക് കാണണം, എൻ്റെ ആത്മസുഹൃത്താണ്. പല കാര്യങ്ങളും ഞങ്ങൾ ഇൻ്റർവ്യൂവിലല്ലാതെ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. അപ്പം ബാലയുമായിട്ട് എനിക്ക് കുറച്ച് നേരം കുറേ കാര്യങ്ങൾ സമയം ക്രിസ്മസിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കണം. കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഇൻ്റർവ്യൂവിൽ ബാല പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അത് പല രീതിക്കും ആളുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചു തരണം. ബാല നമസ്കാരം. നമസ്കാരം. ആദ്യമേ ക്രിസ്മസിന് നിങ്ങൾ വന്നത് വളരെ സന്തോഷം. എനിക്കൊന്ന് കേക്ക് കഴിക്കണം, നിങ്ങളുടെ ഒരു ബിരിയാണി കഴിക്കണം, ഇതിനൊക്കെ കഴിച്ചിട്ടല്ല നമ്മൾ ഇരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾ ആണ് ആദ്യം എല്ലാം നമുക്ക് പങ്കുവയ്ക്കാൻ പോകുന്നു. ഹൈദർ അലി സാർക്ക് ഞാൻ ഇന്റർവ്യൂ ഞാൻ സമ്മതിച്ചത് ഒരേ ഒരു റീസണാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചില ചോദ്യങ്ങൾ ഞാൻ സത്യം പറയും, എനിക്ക് ഒരു പേടിയില്ല. ഒരു പക്ഷേ ഈ ഇന്റർവ്യൂവിലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ വേദന പോവുകയാണെങ്കിൽ, ചില പേരത് മനസ്സിലാക്കുവാണെങ്കിൽ സാധിക്കട്ടെ ഉള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ക്രിസ്മസ് അല്ലേ, നല്ല ദിവസം, ജീസസ് ഉണ്ട്, നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളപ്പോഴാണല്ലോ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുക. അവിടെ ബാലയ്ക്ക് മനസ്സിൽ സന്തോഷമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ബാലയോടൊപ്പം ഇരുന്നൊന്ന് സന്തോഷിക്കാൻ വേണ്ടി. ബാലയ്ക്ക് ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ, എന്നിൽ നിന്നൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് എനിക്കും ഒരു സന്തോഷം, എൻ്റെ കുടുംബത്തിനും ഒരു സന്തോഷം. അത് തന്നെയാണ് ഞാൻ വന്നത്. ബാല കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഫംഗ്ഷന് കുറേ മീഡിയാസൊക്കെ വന്നിരുന്നു. ബാല വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. അതിനുശേഷം ബാലയ്ക്ക് മോശമായ രീതിയിലും അനുകൂലമായ രീതിയിലും പല കമൻറ്റുകളും വന്നു. എന്നും കാണുന്ന ബാലയല്ല അന്ന് കണ്ടത്.
ചില കാര്യങ്ങൾ പറയാൻ വെക്കുന്നു, ബാക്കി വെക്കുന്നു. ബാക്കി വെച്ച കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം, നേരത്തെ ഉള്ള കുടുംബജീവിത പേഴ്സണൽ കാര്യങ്ങൾ. ബാല എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ, ഇൻ്റർവ്യൂയെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം സാർ. ഇതേപോലെ ഒരു കൊറോണ സമയത്ത് സാർ, ഞാൻ ചെന്നൈയിലിരിക്കുന്നു, ഒരു വോയിസ് ക്ലിപ്പ് ഞാനും ബഹുമാനപ്പെട്ട അമൃതാവും സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങി. അതിൽ ലാസ്റ്റിൽ ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടു. അപ്പോൾ ഹൗ അറഗൻറ്റ് ഹീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം വന്നു. ചെറിയ ഉദാഹരണം പറയാം സാർ. രാവിലെ 5 മണി തൊട്ടാണ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ മകൾക്ക് കൊറോണ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തകപ്പനായിട്ട് എവിടെ അഡ്മിറ്റഡ്, എന്താണുള്ളത്, ഞാൻ ആരെടുത്ത് പോയി ചോദിക്കും? റിപ്പീറ്റഡ്ലി ഭിക്ഷക്കാരനെ പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് ക്ലിപ്പ് വരുന്നത് ലാസ്റ്റ് 12:30 മണിക്കാണ്, ഉച്ചയ്ക്ക്. ஸோ സ്വാഭാവികമായിട്ട് സാർ, ഒരു ബലൂൺ இருக்குது, அந்த பலூனை நீங்கள் ஊதிக்கிட்டே இருந்தால் ஒரு கட்டத்து அது പൊട്ടി പോകും അല്ലേ? പക്ഷെ നമ്മൾ പൊട്ടി പോകുന്നത് മാത്രമാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത് വോയിസ് ക്ലിപ്പ്. അതിന് മുമ്പ് നമ്മൾ ഭിക്ഷ എടുത്തതെല്ലാം ആർക്കും അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അമ്മ വിളിക്കാൻ പറയുന്നു, ഞാൻ അപ്പോഴും അതിൽ പറയുന്നു, നിങ്ങളുടെ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, എൻ്റെ മകൾക്ക് കൊറോണ വേണോ, ജസ്റ്റ് ഒരു ഫോൺ കോൾ പറ്റില്ല, ഫോണിൻ്റെ പോലും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഞാൻ തിരക്കായിട്ടുണ്ട്. സോ വാട്ട് ഇസ് അറഗൻസ് എന്ന് മനസ്സിലാക്കണം. ഏത് സ്നേഹം, വാട്ട് ഇസ് അറഗൻസ്? ಇನ್ನೊಂದು കാര്യം, ഇപ്പോൾ ബർത്ത്ഡേയുടെ കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. യു ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു ആസ്ക് മീ. സർ, ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടല്ലേ സർ ഉത്തരം വരുന്നത്. അപ്പോൾ ചോദിച്ചത് തെറ്റാണോ, ഉത്തരം പറഞ്ഞ ഞാൻ തെറ്റാണോ? ചോദിച്ചതും തെറ്റല്ല, ഉത്തരം പറഞ്ഞതും തെറ്റല്ല. പക്ഷെ ഞാൻ മര്യാദയ്ക്കാണ് ഉത്തരം പറഞ്ഞത്. അതാണ് സി വൈ ദിസ് പ്രൊവോക്കിംഗ്, അതല്ല നിങ്ങളുടെ ചോദ്യം. ഏൻ ബാല ഇങ്ങനെ ചില സമയം പ്രൊവോക്കാവുന്നത്? നല്ല ചോദ്യം സാർ, നല്ല ചോദ്യം സാർ. വിഷുക്ക് എന്ത് ചെയ്തു നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, 2 മക്കളല്ലേ, കൂടെ ഇരിക്കും അല്ലേ? ഓണത്തിന് കൂടെ ഇരിക്കും. എനിക്ക് എന്താ പண்டிകയിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. വിഷു ആയാലും ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ ഒരു നടനായിട്ടോ ഇല്ല ഒരു പൈസ ഉള്ള ഒരു മനുഷ്യനായിട്ടോ അല്ല ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഞാൻ തകപ്പനായിട്ട് ചോദിക്കുന്നു, എൻ്റെ മകൾ എവിടെ? ഇത് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഒരു തെറ്റായിട്ടുള്ള മനുഷ്യൻ സാർ. എൻ്റെ മകളെ, സ്വന്തം മകളെ സ്നേഹിക്കുന്ന ഈ അച്ഛൻ തെറ്റായിട്ടുള്ള മനുഷ്യന് സ്റ്റാമ്പ് കുത്തുന്നേ. കുറച്ചുകൂടെ അറഗൻ്റായിട്ട് ഞാൻ ഉത്തരം പറയണമെങ്കിൽ, ഈ ദിവസം നിങ്ങളുടെ 2 മക്കളെ നിങ്ങൾ കാണാതിരിക്കും. സിമ്പിൾ ചോദ്യം. എത്ര നിങ്ങൾ മക്കളെയും നിങ്ങളുടെ വൈഫിയും സ്നേഹിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. ഒറ്റ ദിവസം അവർ നിങ്ങൾക്ക് കാണുന്നില്ല സാർ. മൈക്കും പിടിച്ച് നിങ്ങൾ പോയി ഇൻ്റർവ്യൂ എടുക്കുമോ? പറ്റുമോ നിങ്ങൾക്ക്? പറ്റത്തില്ല. ഒരു ചോദ്യവും നിങ്ങളുടെ നാവിലേന്ന് വരില്ല. നിങ്ങളുടെ ചിന്ത മുഴുവൻ അവിടെ ആയിരിക്കും. അവർ സേഫ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ആണോ? ചിലപ്പോൾ അതായിരിക്കും. അറിഞ്ഞാൽ நம்மளும் சரி விட்டுருங்க. ரொம்ப சிம்பிளாக ஒரு கேள்வி கேட்குறேன். ഈ ഇൻ്റർവ്യൂവിലെങ്കിലും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന മലയാളത്തിൽ തന്നെ ഞാൻ ചോദിക്കാം. ബാല ചെയ്യുന്നത് തെറ്റ്, അങ്ങനെ വയ്ക്കാം. സാർ, ഹൈക്കോർട്ടുക്ക് വിലയില്ല, തീർച്ചയായിട്ടും സുപ്രീം കോർട്ടുக்கு விலை இல்லை. அப்போ அவர் கொடுத்துருக்க ஆர்டருக்கு விலை இல்லை. அவர் எல்லாரும் மண்டமாரா? என்ன நியமம் என்ன? എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ഞാൻ കാണണം, കുട്ടിയെ കാണണം. ആമാ, കാണിച്ചിരിക്കണം. ഓർഡർ, നിയമം, ഓർഡർ. ഒരു വർഷത്തിൽ വിഷു ഇരുന്നാലും ഓണം ഇരുന്നാലും ദീപാവലി ആയാലും, ஏன்னா தீபாவளி எங்களுக்கு தமிழ்நாட்டில் எல்லாரும் ന്യൂ ഇയർ, ക്രിസ്മസ്, ഇന്ന് ക്രിസ്മസ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒന്നും എന്നാ സാർ, ഇറങ്ങാൻ നേരത്ത് ഇത് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് വീട്ടിൽ അവർക്കും സെപ്പറേറ്റഡ് ആണ്. നല്ല കുടുംബം, അവരെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയതല്ല. പക്ഷേ എന്തായാലും 2 മകൾ ഇവിടെ വന്ന് എനിക്ക് കേക്കെല്ലാം കൊടുത്താங்க. അത് അദ്ദേഹത്തിൻ്റെ അവകാശം.
ஏன் எனக்கு மட்டும் அந்த அவகாசம் இல்லை இந்த பூமியில்? நான் என்ன பாவம் பண்ணேன்? அப்போ ஹைகோர்ட் ஆர்டர் வந்து மோசமா தெட்டானோ? ஆர்டர் கொடுத்து കഴിഞ്ഞു. அப்போ ஒரு പ്രാവശ്യமுം ഭിക്ഷ തന്നെയാണ് സാർ, ഓപ്പണാக சொல்கிறேன், എനിക്ക് നാണക്കേടില്ല. ഒരു പ്രാവശ്യം കോൺടാക്ട് ചെയ്ത് കാണട്ടെ. ഞാൻ അന്നത്തെ ദിവസം വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ കോൾ. പാപ്പു എൻ്റെ പിറന്നനാൾ, പാപ്പു പറയുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഇതിൽ എന്നാ സാർ കുറഞ്ഞു പോകുന്നത്? இந்த ലോകத்துக்கு ഇതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? സ്വന്തം മകൾ ഒരു അപ്പനുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നതല്ല. അത് കുട്ടിക്കും കൂടെ തോന്നണ്ടേ? அதுதான் சார், இப்போ அதான் சொல்கிறேன். சூப்பர் கொஸ்டின் சார். குட்டி என்னை விட்டு எப்போ போய்? அப்போனா ஒரு வருஷம் நான் കുട്ടിയെ വളർக்கிறேன், മൂടി വെച്ചുக்கிறேன், யாரும் இப்போ കാണാൻ പാടില്ല. എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ കാണിക്കാം. ഈ ലോകത്ത് ആര് തിരിച്ചു വന്നാലും നിങ്ങൾ തന്നെ പറഞ്ഞു കുട്ടിയല്ലേ, തിരിഞ്ഞു നോക്കില്ല, അച്ഛൻ്റെ കൂടെ നിൽക്കില്ല. அது பிரெயின் தொடங்குறதுக்கு முன்னே பிரெயின் வாஷ் பண்ணால் உங்கள் மகளிடத்து போயிட்டு நான் ചോദിക്കാം. இப்போ தான் எனக்கு ப்ரொவோக் ஆகுது, உங்கள் கொஸ்டின் எனக்கு ப்ரொவோக் ஆகுது. பட் கேட்டாலும் உங்கள் மகளிடத்து போய் கேட்குறோம், உன் அച്ഛൻ്റെ പേരെന്താன்னு சொன்னால் என்ன சொல்லுவாங்க? താങ്കളുടെ പേര് പറയും. എൻ്റെ മകൾ ഇപ്പോൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഹൂ ഇസ് ദ ബയോളജിക്കൽ ഫാദർ? ഐ ആം. ഇനി എത്ര പേര് പറയും എൻ്റെ മകളിൻ്റെ ലോകത്ത്? ജന്മം നൽകിയ ഒരാളുടെ പേരല്ലേ കുട്ടി പറയൂ? ഇല്ല, കുട്ടി ചെറുതാണ്, தெரியாத കാര്യങ്ങൾ பேசாதீங்க. കുട്ടിക്ക് പ്രായമാകുമ്പോൾ കുട്ടിക്ക് അതിന്റെ ഒരു തിരിച്ചറിവ്. വളർത്തുന്നവർ പറയും ഇതാണ് അച്ഛൻ, இந்த പേര് சொல்லணும். അല്ല, അത് കഴിഞ്ഞ ഇതാണ് അച്ഛൻ, இந்த പേര് சொல்லணும். കുട്ടിക്ക് കൺഫ്യൂസ് ആവില്ലേ? പേരെന്നെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരില്ലേ? அந்த വേദനെല്ലാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചു. അല്ല, ഇവിടെയൊക്കെ ഒരു ചോദ്യം ബാല ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടിക്കൊരു പ്രായപൂർത്തിയായിട്ടില്ല, കുട്ടിക്കൊരു പക്വത ആയിട്ടുള്ളൂ, ഒരു പെൺകുട്ടിയാണ്. അത് മുന്നേ കൊണ്ടുപോയിട്ടാണ് ഒരു തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ കാണിക്കണമെന്ന് എല്ലാ ശനിയാഴ്ചയും കാണിക്കണമെന്നും, എല്ലാ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ, ഓക്കെ, സെക്കൻഡ് സാറ്റർഡേ കാണിക്കണമെന്നും, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഉൾപ്പെടെ കാണിക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. ഓക്കെ, ആ ഉത്തരവ് ഈ പറയുന്ന അവർക്കും കിട്ടിയിട്ടുണ്ട്, താങ്കളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് അഭിഭാഷകരുമുണ്ട്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, ഇല്ലേ? ഇല്ലേ? നിയമമുണ്ടല്ലോ. കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് ഉണ്ടോ? നിയമമുണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ ആ രീതിക്ക് ആ രീതിക്ക് മൂവ് ചെയ്തിരുന്നു. നിയമം ഉണ്ടല്ല. ரொம்ப സിമ്പിളാ പുരിഞ്ഞുക്കോங்க. നിങ്ങൾ കോടതിയിലെ കയറി ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേസിനായിട്ട് 6 വർഷം കയറി ഇറങ്ങിയവനാ. ഓക്കെ, എന്നിട്ടാണ് ഈ വിധി. ഞാൻ കയറി ഇറങ്ങുവനാ. പിന്നലെ ഒരു സൂപ്പർ വീഡിയോ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ചിന്ന പയ്യൻ ഇറക്കിയിരിക്കുകയാണ്. அந்த പയ്യനുക്ക് ജീവൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. 5 വർഷം ഞാൻ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല കോടതിയിൽ. പോക്സോ കേസിന് എന്നാ தெரியுமா സാർ? എന്നാ വലിയ കുറ്റം തന്നെയാണ്. അതെ, വലിയ കുറ്റം. 3 വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ? ഞാൻ ചെയ്യുമോ? 1500 മേലിലെ പിള്ളേരെ ഈ ഭൂമിയിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുമോ? എൻ്റെ സ്വന്തം മകളെ പോട്ടാങ്ങല്ല കേസ്. കോടതി എടുത്തില്ല. അതും അനുഭവിച്ച ഒരു മനുഷ്യൻ ഞാൻ. കോടതി ഒരിക്കലും എടുത്തില്ല. ചുമ്മാ അറിയാത്ത കാര്യങ്ങൾ ആർക്കും പറയാം. എന്നാ വേദന ഉണ്ടാവും. താങ്കളുടെ മകളെ നിങ്ങൾ റേപ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കൊല്ലാനുള്ള ദേഷ്യമാണ് സാർ. ഇതെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യനാണ് സത്യം പറയുന്നത്. എന്നാ സത്യങ്ങൾ കുറച്ച് പറഞ്ഞാലും കുറ്റം എൻ്റെ പേരിൽ പറയാം. ഇതെല്ലാം ഓൺ ലൈഫിൽ നടക്കണം. അപ്പം തെരിയും വേദന എന്നിട്ട് இந்த இன்டர்வியூவில் ஒரு தீர்மானம் எடுக்கலாம் சார். தீர்மானம் எடுத்துட்டு நீங்கள் போയാൽ മതി. നമ്മളൊരു കോടതി അല്ലല്ലോ. ഇല്ല, മനസാക്ഷി தான் സാർ കോടതി. മനസാക്ഷി தான் സാർ. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ഈ കാര്യങ്ങൾ വെച്ച് നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥ. അപ്പോൾ നേരെ കൗണ്ടർ കേസുകൾ വന്നു. ഇപ്പം അല്ല, இன்னொரு விஷயம் சார், எனக்கு இப்போ இந்த கேஸ் ஸ்டார்ட் பண்ணும்போது 30 வயசு சார். இந்த கேஸ் எண்ட் ஆகும்போது
எனக்கு ஒரு பிரதீட்சை உண்டாவில்லை, இவ்வளோ கஷ்டப்படுறேன். இதுக்கிடையில் எனக்கு ஆக்சிடென்ட் ஆகி போச்சு, லெஃப்ட் லெக்கு விளங்காது போச்சு, எனக்கு நடக்காம பറ്റുന്നില്ല, தடி கூடுனுண்டு அந்த டைமில். ഒന്നും ഭയങ്കര, ஏன்னா ஃபைட்டுன்னா எனக்கு அத்தனை இஷ்டம். ஒன்றும் ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കോടതിയിൽ ഏറി ഇറങ്ങി ഒരു ന്യായத்துக்கு 5வது வருஷമാണ് நான் எவிடன்ஸ் கொடுக்குறது. കാരണം പോക്സോ കേസ് എം എൽ ഇട്ട തൊട്ട് ഡിഫൻസുകാக நான் எவிடன்ஸ் கொடுக்குறேன். ஏன் பாலா இது முன்பே പറഞ്ഞില്ല? കാരണം എൻ്റെ മകൾ കോടതിയിൽ കൊടുத்தேன் சார். அப்போ நியமம் என்ன நல்லா புரிஞ்சுக்குவாங்க. ഇപ്പൊ അവസാനം நான் போக்சோ கேஸ் என் மேலே கொடுத்தது கொண்டான்னு நான் சத்தியங்கள் തുറന്നു പറഞ്ഞത് കോടതിയിൽ. കോടതി തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറഞ്ഞു, എവിഡൻസോടെ കൊടുത്തു, ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ റെക്കോർഡ്സും അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് ഞാൻ അതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് ഇന്നലെ ജനിച്ച ഒരു കുട്ടി ഇന്നലെ കൊട്ടേഷൻ കൊടുക്കുന്നത് എനിക്ക്, അവനെ വളർത്തിയത് ഞാൻ. சார் பூமியில் எல்லாம் சார் எப்பவும் പറയുന്നത് എന്നன்றி கொன்றார்க்கும் உய்வுண்டாம் உய்வில்லை, செய் நன்றி கொன்ற மகற்கு. நீ என்ன തെറ്റ് ചെയ്താലും ദൈവം നിന്നെ വിട്ടുരും, പരവായില്ല, ஏன்னா അവരുടെ മക്കൾ തന്നെ. നന്ദി മറന്നവനെ തിരിഞ്ഞു നോക്കില്ല ദൈവം. സിമ്പിൾ ചോദ്യം, കമന്റ് അടിക്കുന്ന എല്ലാവരിടത്തും ഒരേ ഒരു ചോദ്യം, എന്നെ വെറുക്കുവാണെങ്കിൽ വെറുത്തോ, വെറുത്തോ, ഞാൻ പോവാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ഓപ്പറേഷൻ അല്ലേ, 7 ലക്ഷം രൂപ ചിലവ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് ചെയ്യേ. இன்னும் 2 பேருக்கு ஸ்போர்ட்ஸ் ஷூ. சார் ஒன்று வேணாம், நீங்கள் என் வீட்டில் வந்துட்டு நீங்கள் கையிலே 2 பேருக்கு கொடுத்துட்டு, തീർച്ചയായിട്ടും இதெல்லாம் நீங்கள் பண்ணுங்க, நான் ஏன் பண்ணணும்? അല്ല, ബാല நீங்க பண்ணுங்க. ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നുണ്ട്. കമന്റ് നെഗറ്റീവ് അടിക്കുന്ന ബാല ചെയ്യുന്ന അവര് ചെയ്യട്ടെ. അല്ല, ബാല ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നുണ്ട്. சார் ഇവിടെ எல்லா ബാല நன்மையும் ഇതാണ് செய்யற- പ്രശ്നം. எனக்கு ഒരു நான் minute. திருப்பி ஒரே ചോദ്യം, എൻ മകൾ എവിടെ? ബാല ഒരു മിനിറ്റ്. ബാല ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നു. ബാലയ്ക്ക് ഒത്തിരി സപ്പോർട്ടും തരുന്നുണ്ട്. എല്ലാം കണ്ടിട്ടില്ല സാർ, എല്ലാം ഇടാറില്ല. ഒത്തിരി ചെയ്ത നന്മകൾ പുറത്ത് കാണിക്കുക, ഒത്തിരി സപ്പോർട്ടും ചെയ്യുക. ബാല ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റ്, ബാല എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബാല പറയും തോറും ആളുകൾ എന്താണെന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് വരുവാണ്. അത് തന്നെയാണ് ബാലയ്ക്ക് നെഗറ്റീവ് കമന്റ് വരുന്നതായിട്ട് ഞാൻ കാണുന്നതും ഞാൻ വായിച്ചതും. ബാല ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആള്, ബാലയ്ക്കറിയോ, ബാല ഹോസ്പിറ്റലിൽ சார் இன்னைக்கு ஃபுல் ஸ்டாப் பண்ணி ബാലയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എത്ര പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ലേ? ஆமா சார். സമൂഹം മൊത്തം പ്രാർത്ഥിച്ചു ബാല തിരിച്ചു വരണമെന്നുള്ളത്. ആമാ. ആ ബാല തിരിച്ചു വരുമ്പോൾ ഈ ബാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പ്രതീക്ഷയാണ് ബാലയിൽ നിന്ന്. ஆமா சார். ആ പ്രതീക്ഷ ബാല കൊടുക്കുന്നുമുണ്ട്. വീണ്ടും ബാലയ്ക്ക് ഒരു ദുഃഖം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കോടതിയിൽ ഒരു വിധിയുണ്ട്, കുട്ടിയെ കാണിക്കാനുള്ള ഒരു അവസരം, ഒരു ഡേറ്റ് കൊടുക്കുന്നു. അതിനൊന്നും കുട്ടിയെ കിട്ടാതെ വരുമ്പോൾ ബാല ഭയങ്കര ദുഃഖിതനാവുന്നു. അതുകൊണ്ടാണ് ബാല ഇങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തത്. கண்டிப்பா சார். இப்போ துக்கம் யாருக்கு இல்லை, சிம்பிளாக கேட்குறேன். ஹாஸ்பிட்டலில் இருந்ததுன்னா 55 ஸ்டிச்சுனா ஸ்டிச் போடுறது இல்லை, கிளிப் போடுவாங்க சார். ஸ்டாப்லர் மாதிரி கிளிப் போடுவாங்க, இவ்வளோ வரைக்கும் இருக்குது. புறைகள் ஒரு 14 ஸ்டிச் இருக்குது. இந்த 2 லிகமெண்ட் போயிருக்கு, மூட்டில் இனியும் ஆப்ரேஷன். இந்த கால் லெஃப்ட் ஃபிங்கரு ஃப்ராக்சர் ஆகிருக்கு. இப்போ ஷூட்டிங் பண்ணேன். என்னாலும் ஹாஸ்பிட்டலில் வந்த உடனே என்ன மனசு மாற்றான் வேணும். காயங்குளம்ல 2 ட்ரைபல் இது அந்த வீடியோலாம் இருக்குது. നമ്മുടെ ഷഹീൻ അല്ലേ, ഷഹീൻ அவர் സജിൻ സോറി, அவர் வச்சுட்டாரு. இப்போ ஃபுல் 2 கிராமத்தையும் நான் தான் தத்தெடுத்துக்கிட்டேன். என்னுடைய சங்கடங்கள் கண்டுட்டுண்டாகும். என்னோட சங்கடங்கள் வேற, இது வேற. எனக்கு ദൈവത്തോട് ഇല്ല, ദൈവം നല്ല അന്തസ്തായിട്ട് ഒരു ലൈഫ് കൊടുത്തിരിക്കും ഒരു രീതിയിൽ. இந்த കൈ ഇതുവരെ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ആയിട്ടില്ല. പക്ഷേ നമുക്ക് ആരും ഇങ്ങനെ ആയത് കൊച്ചിന് വേണ്ടി മാത്രം. ആ കാര്യത്തിൽ ഞാൻ പിച്ചക്കാരൻ തന്നെയാണ്. നിയമം ഉണ്ടായിട്ടും, നിങ്ങൾ சொன்ன மாதிரி നിയമം ഉണ്ടായിട്ടും, കോടതി ഉണ്ടായിട്ടും, പോലീസ് ഉണ്ടായിട്ടും നിയമമില്ല. ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു കോടതിയിൽ കേസ്? സാർ കേസ് ഒന്നുമേ ഇല്ലേ? ഇപ്പൊ ഒന്നുമില്ല, ഒരു എല്ലാം വിധി കേസും ഇല്ല വന്ന് സാർ. പിന്നെ ഒരു കേസും ഇല്ല, കാശ് എഴുതി കൊടുത്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ஏன் என் மகளை இப்போ காணிക്കാൻ പാടില്ല? நான் ஸ்கூலுக்கு போகிறேன், ഇടയ്ക്ക് ഒരു ന്യൂസ് വന്ന് മകള് ചത്തുപോയിന്ന്. ഒരു അച്ഛനായിട്ട് എത്ര വേദന ഉണ്ടാവും. എന്നെ കൊണ്ടുപോയി പ്രിൻസിപ്പൽ റൂമിൽ ഇരുത്തുക, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുന്നത് പോലെ കൊണ്ടുവരാം. ഇതാണ് അവർ പറഞ്ഞത്. ആ പ്രിൻസിപ്പൽ ഒരു ലേഡിയായിരുന്നു. ഇനി ഞാൻ മടുത്ത് സത്യങ്ങൾ പുറത്തു വരുന്നില്ല. ഇനി പറയാം, ഏർക്കുന്നവരെ ഏർക്കട്ടെ. അവിടെ പോകുന്നു, എൻ്റെ മകളെ കൊണ്ടുവരുന്നു. அந்த 6 பேரில் അതാണ് ഞാൻ சொன்னேன், 3000 പേർ വരട്ടെ എൻ്റെ മകളെ തിരിച്ചറിയാൻ കഴിവ് എനിക്കുണ്ട്.
അതേപോലെ ഒരു കാര്യം കൂടി ഓർത്തുണ്ട് മാഡം, എൻ്റെ മകളും എന്നെ കാണും. ഞാൻ പുറത്തിറങ്ങട്ടേന്ന് പറയുമ്പം എൻ്റെ മുമ്പ് വന്ന റൂമിൽ തടയാണ്. ഞാൻ சொன்னேன், മാഡം ഒരു കേസും ഇല്ല, എൻ മകളെ ഒന്ന് അടുത്ത് പോയി കണ്ടോട്ടെ. എഴുതി കൊടുത്തിരിക്കുന്നു. അതായത് ഞാൻ പോയി അടുത്ത് പോയി കണ്ടാൽ, அந்த സ്നേഹത്തെ കാണിച്ച് എൻ്റെ മകൾ അത് തിരിച്ചറിഞ്ഞാൽ അവർക്ക് 100% ഉറപ്പ് എൻ്റെ മകൾ എൻ്റെ അടുത്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? അത് തടയാണ്. എൻ്റെ ജോലി പോകും സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടോ? എനിക്കൊരു മകനുണ്ട് സാർ. சரி, உங்கள் மகன் குட்டி உண்டோ? உண்டு சார். இதே மாதிரி உங்கள் மகனுக்கு டைவர்ஸ் ஆகி குட்டியை காணாமல் பட்டது பிராந்து பிடிச்சு நடந்தால், சொந்த மகனுக்கு இதே ஸ்கூலில் வந்தால் நீங்கள் இங்கே செய்வோம் சார். அதே அவஸ்தை நான் எந்த மகனும். கையெடுத்து கும்பிட்றேன் சார், நீங்கள் இறங்கி போய்க்கோ. நான் என்ன பண்ணுவேன்? ഇതൊക്കെ ഒന്ന് സിമ്പിളാ കേൾക്കണേ സാർ. ഒരു അച്ഛൻ മകളെ കാണുന്നത് ഇത്ര വലിയ ദ്രോഹമാണ് കേരള ഭൂമിയിൽ? അത്ര വലിയ ദ്രോഹമാ? അപ്പം ഞാൻ ദേഷ്യപ്പെട്ടதுக்கு மட்டும் இவ்வளோ கமெண்ட்டு? அப்படி கமெண்ட் அடிக்கிற யாருமே அவர் அச்சனை பார்க்காத. നിന്റെ ഭാര്യ നീ കാണരുത്, നീ ഒറ്റയ്ക്ക് ജീവിക്ക്. വിഷു ഓണത്തിന് നീ ഒന്നും ഉണ്ടാക്കണ്ട, സ്വിഗ്ഗിയിൽ ഓർഡർ பண்ணி வீட்டில் ஒட்டைக்கு இருந்து കഴിക്ക്. கோடதி சொன்னதை நீ ஃபாலோ பண்ணலன்னா ഈ നാട്ടോடைய ഈ കേരളത്തുடைய മലയാളിയാ നീ? കോടതി ചൊല്ലിരിക്കേ, കോടതി ഓർഡർ ഇരിക്കേ. ഒരു ഇന്റർവ്യൂവിൽ എന്ത് മര്യാദ കാണിക്കണം എനിക്കറിയാം. തീർച്ചയായിട്ടും അതൊക്കെ ബട്ട് ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂവിലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ വേദന കുറച്ചെങ്കിലും മാറുമോ? എനിക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ അവകാശപ്പെട്ട കാര്യങ്ങൾ നടക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇത് ഭിക്ഷ തന്നെയാണ് ചോദിക്കുന്നത്, തീർച്ചയായിട്ടും അല്ലാണ്ട് അഹങ്കാരമല്ല. ഇപ്പോഴും എൻ മകളെ കാണാൻ പറ്റുമോന്ന് കയ്യേന്തി നിൽக்கிறேன், അവളതാ. അത് തീരുമാനിക്കേണ്ടതും കോടതി തീരുമാനിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ആരുടെ കയ്യിലാണോ മകളിരിക്കുന്നത് അവർ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ പ്രേക്ഷകർ താങ്കളൊപ്പം നിൽക്കുമ്പോൾ അതറിഞ്ഞെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിലും മകൾ വരേണ്ട സമയത്ത് വരട്ടെ. ഇതേ നമുക്ക് പറയാൻ പറ്റും. ഇല്ല സാർ, ഒരു 10 പേര് ചോദിക്കട്ടെ, മനസാക്ഷിയുള്ള എത്ര കുടുംബമുണ്ട്? കാരണം ഇപ്പം இந்த ஒரே ஒரு ചോദ്യം, ஏம்மா சொந்த அச்சனை காணிக்க மாட்டேங்கிற? இதில் எந்த சந்தோஷமா நீ இருந்த? ചോദിക്കാമല്ലേ? ഇനി കാണുന്ന വീട്ടിൽ இருக்கவங்க, நான் ஒன்றும் உங்ககிட்ட காசு பணம் ചോദിക്കലേ, உங்கள் வீடு நான் ചോദിക്കലേ, സ്വർണം ചോദിക്കലേ, ஒரு அந்தஸ்து நான் ചോദിക്കലേ. சும்மா ന്യായം കേൾക്കലാമേ. അടുത്തവരുടെ പ്രശ്നത്തിൽ ഞാൻ പോയിട്ട് ന്യായം എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ സ്വന്തം ஏன் കാണിக்க மாட்டேங்கிறேன் கேட்கலாமே. ஒரு மகளுக்கு ஒரு அப்பந்தான், அது பாலா தான். சும்மா 4 பேரை கொண்டு வந்துட்டுலாம் பேர் சொல்லக்கூடாது. ஒரு மகளை காணான் வேண்டி ஒரு ஆள் கரையணும், ஒரு ஆள் മനസ്സങ്കടത്തിൽ இருக்க, ഒരു ആൾ വെപ്രാളപ്പെടണുണ്ട്, ഒരു ആൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്നും നടക്കണില്ല. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ മനസ്സിലെ കള്ളത്തനമുണ്ട്, ചുമ്മാ കമൻസ് അടിக்கலாம். இது ஓன் லைஃப்பில் நடக்கணும். നിന്റെ അച്ഛനമ്മ നീ മാറി സാർ, സിമ്പിളാக ഒരേ ഒരു കേൾവി. എൻ്റെ അച്ഛൻ മരിച്ചു പോയി ഈ സങ്കടത്തിൽ. ഞങ്ങൾ വലിയ കുടുംബമാണ്, അറിയാം. എൻ്റെ ചേട്ടനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ സിസ്റ്റർ 20 കൺട്രിയോடைய ഡിറക്ടർ. എൻ്റെ അമ്മ 73 വയസ്സ്. என் குடும்பம் தகர்ந்து போகாதா? എന്നെ വിട്ടുருங்க, എന്നെ വിട്ടേക്ക്. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ മോളെ കാണണമെന്ന്. അപ്പം ഞങ്ങളുടെ കുടുംബം എല്ലാം വേസ്റ്റാ? ഞങ്ങളെല്ലാം കുപ്പത്തൊട്ടിയാ? உங்களை விசுவசில்ல இந்த மலையாள பூமியில் நான் ஜீவிக்கிறது. அப்போ நாங்கள்லாம் குப்பைத்தொட்டியா? வேஸ்டா நாங்கள்லாம்? ഇപ്പോഴും ഞങ്ങൾ ഫോണിൽ ഇരുന്നിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പോയാൽ എൻ്റെ സങ്കടം അവരെ അഫക്റ്റ് ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ദൂരെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷமாக പാട്ടൊക്കെ പാടി അഭിനയിക്കുക ജീവിതത്തിൽ. ഞാൻ അവരുടെ സന്തോഷத்துக்கு വേണ്ടി അവരും അഭിനയിക്കുന്നു. நாங்கள் யாருமே அந்த ஜீவன் மேலே ஸ்நேகம் வச்சுட்டே இல்லையா? எங்களுக்கு குடும்பம் இல்லையா? ഞങ്ങൾക്ക് തറവാടില്ലയാ? ഞങ്ങൾ എല്ലാവരും കുപ്പത്തൊട്ടിയാ? நான் சொல்கிற ചോദ്യങ്ങളിൽ, ഞാൻ പറയുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ നേരിട്ട് പറയാം. തീർച്ചയായിട്ടും. അല്ല, ബാല പറയുന്ന കാര്യങ്ങൾ ന്യായം തന്നെ, ഒരു അന്യായവും ബാല പറയുന്നില്ല. ബാലയുടെ അവകാശമാണ് മകൾ എന്ന് പറഞ്ഞാൽ കാണാനുള്ള അവകാശമേ ചോദിച്ചിട്ടുള്ളൂ. അത് കോടതിയുടെ വിധിയുമുണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ ക്രൂരത തന്നെയാണ്. ഞാൻ വേറെ ആരെങ്കിലും ഒരു പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കും ഫാമിലിയിൽ? ഇല്ല ഇല്ല.
ഒരിക്കലും ഒരു ഒരു interview ലും അരങ്ങത്ത് ഒരാൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ആരെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന ആ പേര് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ. പേരുകൾ പറയാതെ പോകുന്നതല്ലേ ബുദ്ധി നമ്മൾ. ഇല്ല നമുക്ക് ആ മോശമായിട്ടല്ലല്ലോ പറയാം. അല്ല എങ്കിലും പേരുകൾ പറയാതെ ഇന്നേ വരെ അഭിരാമി സുരേഷിനെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അവസാനം ഞങ്ങൾ ഞാൻ ലാസ്റ്റ് അഭിരാമിയെ ഈ വീടിൻ്റെ വാതിക്കൽ ഇവിടെ കണ്ണാവാടാന്ന് നേരെ വന്നു, ചേട്ടാ കട്ടിപ്പിടിച്ച്. എനിക്ക് ഇപ്പോഴും അവൻ അനിയത്തി കുട്ടി தான். അവൻ നെറ്റിൽ ഉമ്മ പഠിച്ച് நல்லா இருக்குന്നുണ്ട്. അവൾ എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ വളരെ ക്ലിയറാக இருந்தா, எனக்கு மேரேஜ் ஜீவிதம் வேண்டாம் சேட்டா, நான் பிஸ்னஸ் பண்ணி நான் நல்லா இருடான்னு. அவள் ക്ലിയറാக இருக்கா. ബട്ട് അവൾ ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ്, ഞങ്ങൾ ജീവിച്ചു പോട്ടെ. ഓക്കെ, ജീവിച്ചു പോ, ഞാനും ജീവിച്ചു പോട്ടെ, ഞാൻ ജീവിച്ചു പോട്ടെ. നിയമം നിങ്ങൾ പാലിക്ക്, ഞാനും പാലിക്കാം, നിയമം പാലിക്കാം. ഉനക്കും സന്തോഷം, എനക്കും സന്തോഷം. നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കാം. ஏன் ஒருத்தரை மட்டும் ஹர்ட் பண்ணிக்கிட்டே இருக்கேன்? அதில் ஒரே ஒரு பாயிண்ட் மட்டும் எனக்கு മനസ്സിലായില്ല. അത് ഞാൻ തെളിയിച്ച് പറയുന്നു, ചിലപ്പോൾ അറിവില്ലാമയായിരിക്കും. ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, അതും ഒരു പെൺകുട്ടി. ഞങ്ങൾക്കില്ല. അവന്തിക പാപ്പു ബേബിங்கிறது എനിക്കും അമൃതക്കും ഉള്ള കുട്ടി, അല്ലാണ്ട് അവരുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയല്ലത്. അതിന് അവകാശം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനൊക്കെ പോലും ഇല്ല. ഫസ്റ്റ് അവകാശം പെറ്റെടുത്തവനുക, ഗ്രഹനാഥനക്കും അമ്മയ്ക്കാ ഉള്ളത്. ഞങ്ങളോട് എൻ്റെ കുട്ടി നീ പറയുകയാണെങ്കിൽ നീ വിവാഹം കഴിച്ച് കുട്ടി ഉണ്ടാക്കണം. അതേപോലെ അവരുടെ അമ്മ എടുത്ത് പറയാം. അവരുടെ അമ്മയുടെ കുട്ടികളാണ് അമൃതാവും അഭിരാമിയും. എൻ്റെ അവകാശമാണ് അവർക്കുള്ളത്. എൻ്റെ മകളുടെ അവകാശം അമൃതക്കും എനിക്കാ ഉള്ളത്. ഇതാണ് ലോക നിയമം. ഞങ്ങൾക്ക് ഒരു കുട്ടീന്ന് പറയരുത്. എൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ അടച്ചു വെച്ചിട്ട് അപ്പനെ കാണിക്കാതെ ഞങ്ങൾക്കൊരു കുട്ടീന്ന് പറയുന്നത് ന്യായമല്ല. പറയുന്ന വാക്കുകൾ അങ്ങനെയല്ല എല്ലാവരും പറയുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ട് അപ്പൊ ഞാൻ എന്ത് പറയണേ, എനിക്ക് കുട്ടിയില്ലെന്ന് പറയണോ? നമ്മുടെ ഒരു കുട്ടി എന്ന് പറയും എല്ലാവരും. അത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു നാടൻ സ്റ്റൈലാണ്. എല്ലാം സ്റ്റൈലായി പോச்சு. നാടൻ സ്റ്റൈലാണ്. നമ്മുടെ മോള്, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട ബാല, ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്നോട് ചോദിച്ചാൽ നമ്മുടെ ബാലയാട്ടോ, അത് സ്വാഭാവികമായിട്ട് പറയുന്നത്. അതിലൊന്നും അത്ര ആ കാര്യത്തിലൊന്നും ബാല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് പറയുന്നത് സ്വാഭാവികമായിട്ട് കൂട്ടുക, അത് അവിടെ നിൽക്കട്ടെ. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ബാലയല്ലോ என்ன சொல்ல ட்ரை பண்றானா, இது നമ്മുടെ അച്ഛൻ അല്ല, ഇത് നമ്മുടെ അച്ഛൻ, നമ്മുടെ അച്ഛൻ. ഒരു കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ബാല പറയുള്ളൂ. അച്ഛൻ ഒന്ന് തന്നെ, കുട്ടിയെ കുറിച്ചൊക്കെ ബയോളജിക്കൽ ഫാദർ ഞാൻ തന്നെ. തീർച്ചയായിട്ടും ഒരു മാറ്റവും ഇല്ല, അതിനെന്ത് സംശയിക്കണം? അതിലൊരു സംശയമില്ല. ഇതൊക്കെ ഒരു ടോക്കായിട്ട് ബാല ഈ സങ്കടങ്ങൾ ഒത്തിരി ഒതുക്കി നിൽക്കുന്നു. സങ്കടങ്ങൾ ബാലയ്ക്ക് എപ്പോഴും സങ്കടങ്ങൾ ബാലയ്ക്ക് എപ്പോഴും സങ്കടങ്ങൾ വരുന്നത്. ഇപ്പൊ இந்த ഇന്റർവ്യൂ എത്ര ലക്ഷം പേര് കാണും അല്ലേ? എത്ര പേർക്ക് ഇത് ബോധ്യപ്പെടും? എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു ഇല്ല. കുറച്ച് മനസാക്ഷിയുള്ളവർ, കുടുംബത്തോട് സ്നേഹമുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരു മകനെടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് അറിയാം ഏത് മകൻ, നിങ്ങളല്ലേ മൂത്ത മകൻ? ഒരു ഇന്റർവ്യൂ ഞാനാണ് മൂത്ത മകൻ, പക്ഷെ പുറത്ത് എത്ര മക്കളുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ആരെ കുറിച്ച് പറയട്ടെ മനസ്സിലായി. அப்போ அந்த மகனுடைய மனசுல எவ்வளவு வேதனை இருக்கணும்? അവനക്ക് എത്ര വയസ്സായി? ചെറിയ പയ്യനാ. അവൻ പറയുന്നു ഞാനാണ് എൻ്റെ അച്ഛൻ്റെ മകൻ, മൂത്ത മകൻ, പക്ഷേ അച്ഛനക്ക് എത്ര പേര് പുറത്ത് മക്കളും എനിക്കറിയില്ലെന്ന് சொல்ல. അവൻ മനസ്സിൽ എவ்வளவு ഉണ്ടായിരിப்பான். അത് തന്നെയാണ് റിവേഴ്സ് എൻ മൈ ലൈഫ്. ഒരാളുடைய സങ്കടം എടുത്ത് അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ മോശം. അവൻ നല്ലവനാണോ കെട്ടവനാണോ നിങ്ങൾ ചിന്തിക്കുന്ന മുമ്പ് നിങ്ങൾ അവനെ സ്നേഹിക്കുവാണെങ്കിൽ യു വിൽ നെവർ ഹാവ് ദ ടൈം ടു ജഡ്ജ് ഹിം. ഇഫ് യു വാണ്ട് ടു ജഡ്ജ് മീ യു വിൽ നെവർ ഹാവ് ദ ടൈം ടു ലവ് മീ. சார் இது ரொம்ப கிளியர் கட்டான ஒரு கொஸ்டின் சார். அதே அதே ரொம்ப ரொம்ப சிம்பிள் கொஸ்டின். இன்னு கிறிஸ்மஸ் என் மகள் எവിടെ? உத்தரம். അടുത്ത് ന്യൂ ഇയർ എൻ മകൾ എവിടെ? അടുത്ത് ഓണം എപ്പോൾ സാർ വരുന്നത്? ജനുവരിയിലെയാ ഫെബ്രുവരി? ഇനിയുണ്ട്. അല്ല, മകൾ സുഖമായിട്ട് ജീവിക്കട്ടെ. அப்படியே விட்டுலாமா? മകൾ സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മളോട് ചേർന്ന സമയത്ത് ചേരും മകള് എന്ന് വിശ്വസിക്കും ഞാൻ.
എല്ലാവരുടെയും വിശ്വാസമാണല്ലോ, എന്ത് നടക്കുമെന്ന് നമുക്ക് പറയില്ല. சிலப்போ நடக்கும் சார். அப்போ நான் ஒன்று கேட்குறேன், என் மகளை நான் மகாராணி மாதிரி ஏஞ்சல் மாதிரி நான் வளர்க்கணும்னு ஆகிரகிச்சு எரும மாடி மாதிரி வந்ததுன்னா, ചോദ്യമാണ്, பஃபலோ மாதிரி வந்துச்சுன்னா, ചോദ്യമാണ്. வளர்க்கிற ரீதி உண்டு. എനിക്ക് ഉത്തരമില്ല, ആ ചോദ്യത്തിന് ഉത്തരവില്ല എനിക്ക്. மகளை எத்தி அப்பா அத்திப்பா எரும மாடி மாதிரி வருது, பஃபலோ மாதிரி கேரக்டர். அப்போ என்ன பண்ணுவீங்க? பேஸ்னு ஒன்று இருக்குது சார், தரவாடுத்திவன் ஒன்று இருக்குது. அதுக்கு தான் நான் ஃபைட் பண்ணுறேன். எங்கே போச்சு கல்ச்சர்? எங்கே போச்சு கல்ச்சர்? கல்ச்சர் இல்லைன்னா நீங்களும் நானும் இப்போ பூமியில் இருப்போமா? இந்தியா, சவுத் இந்தியா, பிரத்யேகிச்சு சவுத் இந்தியாவில் அமெரிக்கா வரைக்கும் சவுத் இந்தியாவை தோல்பிக்காம பட்டாத ஒரே காரியம் கல்ச்சரில் தான். குடும்ப பந்தம், ஸ்நேகம், அதில் தான் நம்ம ஜெயிச்சிருக்கோம். அமெரிக்கா வந்து பைசால பெரிய ஆளாக இருக்கலாம், கல்ச்சரில் நம்ம தான் பெருசு. அதை நஷ்டப்படுத்திட்டு വിട്ടാളുകൾ. നഷ്ടങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടാകാറുണ്ട് അല്ലേ? അത് നമ്മൾ അല്ല സാർ, ന്യായം. ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങൾ എന്നോട് പോട്ടെ, കഷ്ടങ്ങൾ എന്നോട് പോട്ടെ സാർ. ഐ കൺസിഡർ മൈസെൽഫ് ടു ബി വെരി സ്ട്രോങ് പേഴ്സൺ. ബിക്കോസ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ അന്നമില്ല, അവൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ല, അവനക്ക് സ്വസ്ഥതയില്ല, അവനക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. ബട്ട് ഹീ ഹാസ് ദ ഹാർട്ട് ടു ഫൈറ്റ് അഗെയിൻ. அவன் படிச்சுட்டான் ஒற்றைக்குள்ள ஜீவிதம், அவனை ஒன்றும் செய்ய முடியாது. அந்த ஒரு சுச்சுவேஷனுக்கு வந்து அவனுக்கு நியாயமும் இல்லை. அவன் மனசாட்சி தான் கோடதி, அதில் ஒரு ஜட்ஜ், அது தெய்வம். அதை நோக்கி மட்டும்தான் மனசு போகும். തീർച്ചയാണ് ബാലയുടെ സങ്കടങ്ങൾ കേൾക്കും തോറും നമുക്കും ഇമോഷൻ ആകുന്നു. പല നമുക്ക് ഈ വാച്ച് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു വാച്ചാണ്. ஆமாம் சார், ரொம்ப ரொம்ப எனக்கு ആ വാച്ച് ഒന്ന് സൂം ചെയ്ത് പിടിച്ചോട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ വാച്ച് ശ്രദ്ധിക്കുന്നു. ഇത് ഒരു പ്രത്യേകത ഉണ്ട് സാർ ഇതിൽ. ബിക്കോസ് അത്ര വലിയ വില ഒന്നുമില്ല കേട്ടോ, പക്ഷെ ഇഷ്ടപ്പെട്ടു. പിറந்தநாள் gift சார். இதில் மொத்தம் இந்த கிளாஸில் எவ்வளோ கட்ஸ் இருக்குன்னு பாருங்க. ஒரே கிளாஸில் ஹம்டி நம்பர் ஆஃப் கட்ஸ் பார்த்தியா? இப்படி இப்படி பண்ணால் கட்ஸ் தெரியும் அந்த கிளாஸில் மட்டும். இங்கே நேக்கடாக இதில் இது வந்து ஆக்சுவலி ரொட்டேட் ஆகிட்டு இருக்கு, பார்க்குறியா? ரொட்டேட் ஆகுது பார்க்குறியா? நடுவில் தெரியுதா? ശ്രദ്ധിച്ച് பார்த்தா தெரியும். இது வந்து எனக்கு பயங்கர விலைப்பட்ட ஒரு மனுஷன் எனக்கு gift கொடுத்தார். யாருன்னு கேளுங்க. പറയോ? ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുത്തു. ആരും വാങ്ങിച്ചു കൊടുത്ത ഞാന് പിറന്നാൾ ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങി. എന്താ പண்றது? ആരും വാങ്ങിച്ചു തരുന്നില്ല, നാനേ വാങ്ങി കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പല ഓക്കേടാ ഐ ലവ് യുടാ ചൊല്ലി നാനേ കൊടുത്തു. വേറെ അല്ല, ഇത്ര സങ്കടങ്ങളുള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സ് റിലാക്സ് ആവുന്നുണ്ട്. ഇല്ലല്ല, പറയുന്നവരുടെ അടുത്ത് അല്ല, പറയുന്ന ആളുകളുടെ അടുത്തിരുന്ന് പറയാനേ പറ്റുള്ളൂ ഇങ്ങനത്തെ കാര്യം. ഇന്നലെ രാത്രി നിങ്ങൾ വന്നിരുന്നാ ശരിക്കും ബാധ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ അവരെല്ലാവരും ബാല ഞങ്ങള് പടത്തുക്ക് പോകുന്നു. എൻ്റെ ഫ്രണ്ട് വളരെ ക്ലോസ് ഫ്രണ്ട്, സൂപ്പർ കുടുംബം, അവർ പേര് வந்து பேசில். இப்போ ஒய்ஃபுமாயிட்டு மொத்தம் 4 பிள்ளை. பிள்ளை 2 எடுத்து விட்டு கொஞ்சம் பிள்ளாரா வீடு நிறைச்சி இன்னல கிறிஸ்மஸுக்கு ஃபுல்லாக பிள்ளை. எல்லாரும் ஒய்ஃபை ரொமான்ஸ் பண்ணுறதுக்காக நான் சொன்னேன், சார் 4 நீங்கள் போயிட்டு வரும்போது 5ஆவது கொண்டு வந்துடுறேன். எல்லாரும் ഉണ്ണിയേഷിയുടെ പിറകെ എല്ലാവരും வந்து ബാല വീട്ടിൽ. சரி, குட்டிகளுக்கு அறியாம் யார் நல்லவன் யார் கெட்டவன். തീർച്ചയായിട്ടും என்னை கட்டி பிடிச்சி எல்லாரும் இதான் இப்போ எல்லாரும் ட்ரெஸ் எல்லாம் பண்ணி ஓடி வந்து கவில கடிக்கும் சார் சில குட்டிகள் எல்லாம். அவருக்கு അറിയാൻ പറ്റും. ആ ഒരു വിഷയത്തിന് ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യമല്ലേ? ബാലെ ആര് തള്ളിപ്പറഞ്ഞാലും സ്നേഹിക്കുന്ന കുട്ടികളും ഒരു വിഷയത്തിലാണ് ഭാഗ്യമാണ് സാർ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ஒரு நாள் நான் ஜோசப் இல்லை ராவில இருந்துட்டோம், அவர் எனக்கு லிவர் கொடுத்த ஜோசப். அந்த விஷுவா என்னன்னு எனக்கு ஓர்மை இல்லை, விஷுவா இருக்கணும் பிகாஸ் ஆப்ரேஷன் കഴിഞ്ഞിട്ട്. எழுந்து பார்த்தா யாரும் இல்லை. இப்போ என்ன பண்ணுறது, பசிக்குதே,
இந்த மாதிரி நேரத்தில் ஜேக்கப் நம்ம என்ன பண்ணணும்னா வாக்கிங் போகணும். வாக்கிங் போனால் ஏதாவது வீட்டில் ஏறும், அங்கேருந்து சாப்பிட்டு போவோம், அவ்வளோதாவா. என்னட்டு கூட வாக்கிங் போகிறோம், ஒரு வீட்டில் என்ன ஸ்பெஷல் சார், வாங்க வாங்க வாங்க, உடனே இந்த ஆடை அதெல்லாம் வச்சு கொடுத்தேன். ജസ്റ്റ് നിങ്ങളെ കാണാൻ, ഇത് കുറച്ച് അഹങ്കാരം, ജസ്റ്റ് കാണാൻ വേണ്ടി താ സാർ. കൂടെ இருக்கிறது തന്നെ കുടുംബമാകുമ്പോൾ அந்த ഫീൽ இருக்குമ്പോൾ அது വലിയ കാര്യം തന്നെയാണ്. ഇത് പറഞ്ഞപ്പോൾ എലിസബത്ത് ഇവിടെ சரி, எலிசபெத்தும் இவரையும் யாரையும் கம்பேர் பண்ணாதீங்க. நான் எந்த இன்டர்வியூலையும் எலிசபெத்தை குறித்து പറഞ്ഞിട്ടില്ല. ഒരേ ഒരു വാക്ക് ഇപ്പം പറയാം, അത് ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട്. ഇൻ്റർവ്യൂ മുമ്പ് ചോദിച്ചതുകൊണ്ട് ചോദിച്ചോന്നാണ് പറഞ്ഞു. എലിസബത്തെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഷീസ് എ ഗോൾഡ്. എലിസബത്ത് வந்து ஒரு கோல்டு, பியோர் கேரக்டர். എൻ്റെ കൂടെ ഇല്ല, ഞാനും അവളുടെ കൂടെ ഇല്ല. വിധി. அவள் கேரக்டர் மாதிரி ஒரு பெண்ணை நான் கண்டுட்டில்ல. ஷீஸ் எ கோல்டு. உண்மையில் சொல்கிறேன், கோல்டுன்னா கோல்டு. ഇതിൻ്റെ മേലിൽ ചോദിക്കേണ്ട. നമ്മളൊക്കെ വന്നു കയറുമ്പോൾ ചിരിച്ച മുഖം നമുക്ക് സന്തോഷമായിരുന്നു. വേണ്ട, സ്നേഹங்கிறது ചിത്ര செலவு மாதிரி തന്നെ വിടും, പിടിക്കാൻ പാടില്ല. പറന്ന് നടക്കുന്നു, തന്നെ തോളിൽ വന്നിരിക്കും. എല്ലാം നല്ലതുക്ക്, എല്ലാം നല്ലതുക്ക്. ഞാൻ മരിച്ചാലും ഒരു കുറ്റമും പറയില്ല അവളെ കുറിച്ച്. ഞാൻ കഷ്ടപ്പെട്ടുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നില്ല. തീർച്ചയായിട്ടും. ബട്ട് വിധി, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, അത് മാത്രമേ ഞാൻ പറയാം. ഞാൻ ആ കാണുന്ന പ്രേക്ഷകരും എലിസബത്ത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹാപ്പിயாக இருக்கணும். വേറെ ഹാപ്പി ക്രിസ്മസ്. ഒത്തിരി വിധി വേട്ടയാടുന്നുണ്ടല്ലോ ബാലെ. കുഴപ്പമില്ല സാർ. പോകുമ്പോൾ ഞാൻ ഒരു ഫൂട്ടേജ് കാണിച്ചു തരാം. പുതിയ പടം തുടങ്ങി. പടം അത് ഇങ്ങോട്ട് വരികയാണ്. പടം തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു ഷൂട്ടിംഗ് സ്പോട്ട് എത്തി. ഞാൻ തന്നെ പ്രൊഡ്യൂസർ. ഭയങ്കര സെറ്റപ്പ്. ടക്കുന്ന് ഒരു പേടിയായി എനിക്ക്. അതുവരെ ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. ഷോട്ട് എടുക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ആഹാ இன்னும் സ്റ്റിച്ചസ് ഉണങ്ങില്ല. ஃபுல் டைட்டைனியம் பாடி ஆர்னஸில். என்ன பண்ண போகிறோம்? சரி, துணிஞ்சு வந்தாச்சு. அப்போ அதில் ஒரு பர்பஸ், கட்டுறா அப்படின்ட்டு. ஃபஸ்ட்டு ஷாட் சார் வார்ம் கூட பண்ணல. ஃபஸ்ட்டு டேக்கு அந்த ஃபஸ்ட்டு ஸ்டண்ட் ஆல் பண்ணி காட்டும் சார், இதுதான் சார் டைமிங். அவனுக்கு அடி பறக்க விட்டு போய், சார் என் டைமிங் ஒர்க் அவுட் ஆக மாட்டேங்குது, பிகாஸ் இந்த ஸ்பேஸ் இவ்வளோ தான் இருக்குது. இல்லைடா, இந்த ஸ்பேஸில் தான் செய்தே പറ്റും. ഇല്ല ചേട്ടാ, എനിക്ക് തെറ്റുന്നുണ്ട്. ശരി, ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ കട്ടായിട്ട്, ഇങ്ങിരുന്ന് ബ്ലഡ്. ഫസ്റ്റ് ഷോട്ട്. സെക്കൻഡ് ഷോട്ട് കറക്റ്റാக സ്റ്റിച്ചിൽ എടുത്തിരുச்சு, ബ്ലഡ്. இப்போ ஷூட்டிங் நிறுத்தனோ வேண்டே, இல்லை இறங்கியாச்சு, வெயிட் பண்ணுங்க. தேர்ட் டேக்கில் പറഞ്ഞാൽ വിശ്വസിച്ചില്ല സാർ, ഇവിടെ இருந்து கால் வர என் பாடி ரெடி ஆயிடுச்சு. நான் சேலஞ்ச் இது പറയാം, நான் எக்ஸ்ட்ரானரி ஸ்டண்ட் பண்ணேன். അവിടെ இருந்து பேக்கப் வரைக்கும் அந்த ஃபைட் சீன் இறங்கும், எல்லா தேட்டரில் இறங்கும், ட்ரைலர் இறங்கும். certain things are not in our hands. miracles do happen. ചത്തുപോയ ആൾ ഇവിടെ ഇപ്പോൾ ഹൈദർ അലി സാർ മുമ്പ് ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു മിറാക്കിൾ. എനിക്ക് ചത്തുപോയ ഒരാൾക്ക് ജീവനെ കൊടുക്കുകയാണെങ്കിൽ ഒരു പടം ഹിറ്റ് കൊടുക്കത്തില്ല, ദൈവത്തിന് അറിഞ്ഞൂടാ. ദി അതർ തിങ്സ് ആർ ആൾ മൈ ഇമോഷൻസ്. ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കും, ദൈവമാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്. 10 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ എനിക്കറിയില്ല. നിങ്ങളും ഞാനും കണ്ടുമുട്ടുമ്പോൾ 10 വർഷം കഴിഞ്ഞ് എൻ്റെ മകളുടെ ഒരു ടോപ്പിക് വരുവാൻ പോലും എനിക്കറിയില്ല. നാളെ നമ്മൾ ഉണ്ടാവും അറിയില്ല. അറിയില്ല, കാലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമുക്ക് എന്നെ സംസാരിക്കാൻ പറ്റും, இந்த நிமிஷம் என்ன. எல்லாத்துக்கும் மேலே தெய்வம் ஒருத்தர் இருக்கார்.
നീ എന്നെ വേണാ നിന്റെ അവകാശം നിയമം എല്ലാം പറഞ്ഞോ, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു அப்படிங்கிற. നിനക്ക് இந்த ഭൂമിയിൽ തിരിച്ചൊരു ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അർത്ഥമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. அதை விஸ்வசித்து ஒரு நாளும் மும்பிட்டு போய்கொண்டிருக்கேன். ഷൂട്ടിംഗ് എന്തോരം ആയി ഇപ്പോൾ? சொல்கிறேன் சார், ഒരു വലിയ സ്റ്റാർ இந்த പടത്തിൽ ഉണ്ട്. സംസാരിച്ചു, അവരും കൂടെ ഉണ്ടെങ്കിലാണ് മുമ്പോട്ട് പോകാൻ പറ്റും. എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ. എവിടെയാണ് ലൊക്കേഷൻ? എറണാകുളം. എറണാകുളം തന്നെ. എറണാകുളം സോങ്. അതും നന്നായി നടക്കട്ടെ. നന്നായി നടക്കും സാർ. இந்த ക്രിസ്മസ് മറ്റുള്ള ഒറ്റ ഒരു കാര്യം പറയാം, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടും തിരിച്ച് ലൈഫിൽ വന്നിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, ഒരുപാട് ഡയറക്ടേഴ്സ് എന്നെ വിശ്വസിച്ച് നിങ്ങൾ இந்த പടം ചെയ്യുന്നു വന്നിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ എല്ലാവരും ക്ഷമ ചോദിക്കാൻ. കാരണം എൻ്റെ മേലിരിക്കുന്ന എക്സ്പെക്റ്റേഷൻ അടുത്ത പടം വലിയ ഹിറ്റാവും. എന്നെ ഇത്രത്തോളം ഓഡിയൻസ് വെയിറ്റ് ചെയ്തു, എന്നെ സഹിച്ചു, എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. കുറച്ച് കാലം കറക്റ്റ് പാത്തിൽ ഇറങ്ങി ഒരു ഹിറ്റ് കൊടുത്തിട്ടുണ്ടെന്നാ ഐ വിൽ കീപ് എൻ്റർടൈനിങ്. டெஃபினெட்லி பண்ணுவேன். அது வேணும். அது வரைக்கும் வெயிட் பண்ணுறேன். யாராவது ஒருத்தர் திரிஞ்சு நோக்கலாமே. எனக்கு ആഗ്രഹമായിരുന്നു. ഇരുന്നു ഞാൻ ഒരേ ഒരാളെടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അഭിനയിക്കുന്ന ആരച്ചപ്പോൾ പിഷാരടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മമ്മൂക്ക കൂടെ അഭിനയിക്കണം. ഇപ്പോൾ என் மனசுக்கு தோணுது அഭിനയിക്കണം. ഏങ്കര ചോദ്യമില്ല. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല? പിന്നെ ബിഗ് ബി അതെല്ലാം ചോദിച്ചു. പിന്നെ പെട്ടെന്ന് ലാലേട്ടൻ്റെ കൂടെ തോന്നുന്നുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട്. ലാലേട്ടൻ്റെ കൂടെ പൃഥ്വിരാജ് പേര് പറഞ്ഞു. എല്ലാവരും കൂടെ പൃഥ്വിരാജ് പേര് പറഞ്ഞില്ല. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു രസകരമായ ഒരു കാര്യം എന്നെ ഫോണിൽ വിളിച്ചു കേട്ടാ. വിളിച്ചിട്ട് ടിപ്പല്ലേ, എനിക്ക് മനസ്സിലായില്ല എന്നാ ടിപ്പ്, ഇത് ഏത് മിമിക്രി ആർട്ടിസ്റ്റാണ്. കാരണം പിഷാരടിയാണ് ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ പിഷാരടി മിമിക്രിയെ தெரியும் லேம்டி പിഷുട്ട ഫോൺ കൊടുക്കും. എൻ്റെ അടുത്ത് സംസാരിക്കില്ല, ഇത് ആരോ കളിയാക്കറിയും. ഇടാതെ മമ്മൂക്കാണ് സംസാരിക്കുന്നത്, നീ ടിപ്പല്ലേ. ആ ടിപ്പിനെ എന്താണ് മനസ്സിലായില്ല എനിക്ക്, സത്യം പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മുതൽ മാരേജ് വരുമ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ എടുത്തിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്തത് അത് പറ. ഞാൻ എന്താ ചെയ്തത്? നിങ്ങളൊരു പാട്ടും പാടി എന്നെ കളിയാക്കിയിട്ട് ഓടി വന്നു. ആ പാട്ട് എന്താണെന്ന് ചോദിച്ചു. എടാ അതൊക്കെ കുറേ വർഷമായി, നീ എന്നെ വിശ്വസിക്കില്ല. അപ്പം വീഡിയോ കല്ല പറഞ്ഞു. ഇടോ ഞാനത് മമ്മൂക്കഥ ഒച്ചെടുത്ത് ഒച്ചെടുത്ത് തമിഴിൽ സംസാരിച്ചു. അപ്പം പറഞ്ഞു ഇപ്പം ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ എനിക്ക് പിടികിട്ടില്ല, പക്ഷെ നിങ്ങൾ തമിഴിൽ സംസാരിച്ചത് മമ്മൂക്ക തന്നെയാണ്. എന്നെ തമിഴിൽ ഒരു പ്രത്യേക സംസാരിക്കും. ഇപ്പം ഞാൻ മലയാളം എങ്ങനെ സംസാരിക്കുന്നുണ്ട്, മമ്മൂക്ക തമിഴിൽ സംസാരിച്ചാൽ എനിക്ക് പിടികിട്ടും. എന്നെ നീങ്ങേ அப்படின்னு പറയും. நாங்கள் சொல்றது என்னங்க, அவர் என்ன நீங்கே அப்படின்னு അപ്പം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്ക അടുത്ത് എപ്പോഴും പറയുന്നതാ, ഇപ്പോഴെങ്കിലും കേൾക്കും മമ്മൂക്ക. ഒരു പടം ഒരു പടം മലയാളത്തിൽ പറയുവാണെങ്കിൽ ഇത് ഡയറക്റ്റ് മെസ്സേജ് ടു മമ്മൂക്ക. ബിഗ് ബി അത് ഒരു ട്രെൻഡ് സെറ്റിംഗ് ഫിലിം. ഇനി ഒരു പടം അങ്ങനെ എത്ര മമ്മൂക്ക പടം വിളിച്ചാൽ ബിഗ് ബിங்கிறபோது அதுக்கு ஒரு பிரத்யேகதை உண்டு, அதுக்குன்னு ஒரு ஃபேன்ஸ் ഉണ്ട്. அந்த பார்ட் பிலால் செய்யணும். இது கேரளா மட்டும் இல்லை, വേൾഡ് വൈഡ് ഇരിക്കുന്ന ഓഡിയൻസുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. മമ്മൂക്ക ചെയ്യുന്നതാണ് ധർമ്മം, ഓഡിയൻസുக்கு വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. മമ്മൂക്ക ബിഗ് ബി அந்த ലേബൽ இருக்கு. ബിലാൽ அந்த കൂട്ടത്തിൽ ഞാനും അഭിനയിക്കാമല്ലോ. അതിനു വേണ്ടിയല്ല പറയുന്നത്, പടം വരണം. മമ്മൂക്കയുടെ അടുത്ത് ഈ ചോദ്യങ്ങൾ ഞങ്ങളും ചോദിക്കാണ്ട്, ബിലാലിനെ കുറിച്ച് ചോദിക്കും, ഞങ്ങളും ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. എന്ത് ഉത്തരം പറയും? മമ്മൂക്ക അതിൽ നിന്ന് പതുക്കെ മാറും. വരും കാത്തിരിക്കും, ഞാൻ വരും. ഒരു ഇന്റർവ്യൂല് പറയാണ് പാർട്ട് 2 ബിലാൽ എപ്പോൾ എടുക്കാൻ വേണം. ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അതിന് ഉത്തരം പറയാണ്. ബിഗ് ബിയുടെ പാർട്ട് 2 ആണ് ബിലാൽ, മനസ്സിലായില്ലേ? ബിലാലുடைய ഫസ്റ്റ് പാർട്ടാണ് ബിഗ് ബി, മനസ്സിലായില്ലേ?
ആ രീതിക്ക് ഉത്തരമേ കിട്ടിയിട്ടില്ല, ചെയ്യുമോ ഇല്ലയോ. ആ രീതിക്കൊക്കെ സംശയം. അപ്പം മമ്മൂക്കായിട്ടൊരു സിനിമ ചെയ്യണം ആഗ്രഹം തോന്നി. ഞാൻ പറഞ്ഞു പിഷാര് എനിക്ക് ഈ ഒരു തരുണത്തിൽ ക്രിസ്മസ് എന്നൊരു കാര്യം പറയാം. എന്നെ ദ്രോഹിച്ചവർ കൂടെ നന്നായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം. അവരുടെ അവകാശം അവരവർക്ക് സ്വന്തമാണ്. സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങളുടെ മനസാക്ഷി തന്നെ ഒരു കോടതി വയ്ക്കുക, അതിലെ ദൈവത്തെ ജഡ്ജായിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും. അറിഞ്ഞിട്ടോ അറിയാഞ്ഞിട്ട് പോലും ഈ ലോകത്ത് നല്ല മനസ്സ് വേദനിപ്പിക്കരുത്. ആ നല്ല മനസ്സ് കരഞ്ഞാലല്ലേ ദോഷം വരും. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളെല്ലാവരും നന്നായിരിക്കണം. ഹാപ്പി ക്രിസ്മസ് ടു ആൾ. ബാലയുടെ റിംഗ് ടൂണിൽ പറയുന്നത് പോലെ വീണെടുത്ത് എങ്ങനെയാണ് റിംഗ് ടൂണിൽ പറയുന്നത്? ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ. അത് മൊത്തം ഒന്ന് പറഞ്ഞേ. അത്രേ ഉള്ളൂ. അല്ല, പിന്നെ അതിന്റെ അത് കഴിഞ്ഞും കൂടെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. അല്ല 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 അതൊരു ചിരി വരും. അല്ല, അതൊന്ന് പറയണം പ്ലീസ്. അല്ല, അതൊന്ന് പറയണം. അത്രേ ഉള്ളൂ. അല്ല 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 சார், அது ரஜினிகாந்த் படத்தில் வரும். ஆக்சுவலி என் படத்தோடைய தமிழ் படத்தில் இப்போ கங்குவா ചേട്ടനല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാനാ സൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ടൈറ്റിൽ ഉണ്ട് நான் வீழ்வேன் என்று நினைத்தாயோ. ഒന്ന് പറഞ്ഞേ, അത് പറഞ്ഞു കൊടുത്താൽ. நான் வீழ்வேன் என்று நினைத்தாயோ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നേ സാർ. എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാനിപ്പോൾ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് എന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാം. ഹൈദരലി സാർക്ക് ഒരു പ്രത്യേക ഒരു ടാലന്റ് ഉണ്ട്. പാട്ട് പാടും. ഞാൻ കട്ട് ചെയ്യും. അതല്ല, ഞാൻ പാട്ട് പാടുക. രണ്ടുപേരും ചേർന്ന് പാടാം. അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ പാട്ട് പാടിയ നിങ്ങൾ മലയാളത്തിലെ പാടും, ഞാൻ തമിഴിലെ പാടാം. നിങ്ങൾ തമിഴിലൊരു പാട്ട് പാടുക. തുമ്പിവാ മലയാളത്തിലെ പാടുക, ഞാൻ തമിഴിലെ പാടാം. ഏത് തുമ്പിവാ நீங்க மலையாளத்துல பாடுங்க. തുമ്പിവാ മന്ത്രത്താൽ പാടുங்க. മാണിക്ക കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിരക മന്ദാരം പൂവിട്ട തടനിൽ. ഇപ്പൊ തമിഴ്. കൈയെன்றே செவ்வாழை இலைகளை நீ சொன்னால் நான் நம்பவோ, கால் என்றே செவ்வாழை இலைகளை நீ சொன்னால் நான் நம்பி വിടവോ. അത് എനിക്കിട്ടുള്ള പണിയാണോ സുന്ദര സതീഷ? നിങ്ങൾക്ക് നമ്മുടെ റൊമാൻസ് ചേച്ചിയെടുത്ത് ഞാൻ വിളിച്ചു പറയും. ഒരു നല്ലൊരു പാട്ട് പാടിക്കേ. നമുക്ക് അതിന്റെ പിള്ളും ഒരു നല്ലൊരു പാട്ട്, തമിഴ് പാട്ട്. തമിഴ് പാട്ട് ബാല പാടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് പൊട്ടനാ എങ്ങനെ ആ ജയിലിൽ പോയിട്ട് എനിക്കിപ്പോഴും ആ ജയിലില് നിങ്ങൾ ധർമ്മനൊക്കെ പോയപ്പോ അവിടെ ചോദിച്ചല്ലോ, ഞാൻ എപ്പോഴും അപ്പൊ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു നിന്നെ പൊട്ടനാ. ആ ചോദ്യം ഭയങ്കര രസമായിരുന്നു അല്ലേ? ഓർക്കുന്നില്ല ജയിലിൽ പോയ അതിലെന്താ ഉള്ളത് ഇപ്പോഴേക്ക് മനസ്സിലായില്ല. ഭയങ്കര രസമായിരുന്നു അവിടെ ഉള്ളൊരു ചോദിച്ചത്. എന്നാ സാർ രസം അല്ല, ഭയങ്കര രസം. അവര് ചോദിച്ചല്ലോ തിരിച്ച്. അത് ഭയങ്കര രസമാണ് ആ ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചെറിയ പിള്ളേർ ഇടയ്ക്ക് ഞാൻ പോയി കളിക്കാൻ. ഇപ്പോഴും ഒരു പെണ്ണുണ്ട് ഇവിടെ, കുഞ്ഞു കുട്ടി. എന്നെ കാണുമ്പോ തന്നെ ചിരിയാ. ഫസ്റ്റ് ഞാൻ വിചാരിച്ച എന്നെ ഭയങ്കര സ്നേഹം. ഇപ്പൊ പോയിട്ട് വരുമ്പോഴൊക്കെ എന്നെ കാണുമ്പോ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇന്ന് പറഞ്ഞു നീ എന്നെ കളിയാക്കറല്ല, അതൊന്നും ചിരിക്കുന്നത്. சரி, உங்க இது கோகுலமே நீ குரல் கொடுத்தால் உனைக்கும் விட்டு கண்ணடிப்பேன், கோபுரமே உனை சாய்த்து கொண்டு உன் கூந்தலில் மீன் பிடிப்பேன், வெண்ணிலவே உனை தூங்க வைக்க உந்தன் வீரலுக்கு சொடுக்கெடுப்பேன், வருட வரும் பூங்காற்றை எல்லாம் சற்று வடிகட்டி அனுப்பி வைப்பேன். என்ன படம் தெரியுமா? പാട്ട് ഭയങ്കര ഇട്ടല്ല. துளைத்து விட்டேன், எந்த இடம் அது துளைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன், உன் கால் கொலுசில் அது துளைந்ததென்று உன் காலடி தேடி வந்தேன், காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன்
எந்தன் கழுத்து வரை நிந்தன் காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன். அவன் அப்படி சிரிக்கிறான். நீ ലവ് பண்றேடா. അല്ല, ഈ പാട്ട് കേൾക്കുമ്പോഴല്ലോ നമുക്ക് ആ സീനുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലേ. എന്ത് ഹിറ്റ് അടിച്ച പാട്ടാണ് അല്ലേ, ആ സിനിമ തന്നെ എന്ത് ഹിറ്റ് അടിച്ച അല്ലേ. അതെ, ഇത്തരം ഈ സന്ദർഭം ഒത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒപ്പിച്ച് പാടാൻ ബാലയ്ക്ക് ഭയങ്കര കഴിവാണ്. നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് നോക്കി പാടും ബാല. ഞാൻ മെന്റലിസം ഒക്കെ ചെയ്യും സാർ. മെന്റലിസം ഞാനില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ. ബാല ഇനി എന്താ പറയുക, അടുത്ത ഇയറിൽ കയറാൻ പറ്റില്ല എനിക്ക്. അടുത്ത കാലത്ത് ഒരു വലിയ ഓഫീസർ വന്നിരുന്നേ, വലിയ ഓഫീസറാ, പേര് പറയുന്നില്ല. നിങ്ങൾ ആദ്യം പ്രണയിച്ച പെണ്ണിന്റെ പേര് ഇതില്ലെന്ന് പറഞ്ഞു. ഐ സറണ്ടർ. ബാല പിന്നെ പാടാറുള്ള ഒരു പാട്ടുണ്ടായിരുന്നു എനിക്ക്. ബാല എനിക്കത് എവിടെയാണ് ബാല പാടി കേട്ടതെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നത്. തമിഴ് തന്നെയാണ്. ബാല ഒരു പരിപാടിക്ക് വന്നിട്ട് എവിടെയോ 2-3-4 ലൈൻ പാടി ഭയങ്കരമായിട്ട് ആളുകളെ, തമിഴാണ് അത്. ഒരു പാട്ട് நீ தமிழ் தானே, கொஞ்சம் ஃபீல் பண்ண. அப்படியா? ഏതാണ്? ആ പാട്ട് ഏതാണ്? எனக்கு ரொம்ப பிடிச்ச பாட்டுகள் நிறைய இருக்கு. ஏது? கிறிஸ்மஸ்ல இல்ல, லைஃபை பத்தின பாட்டுகள். ஏது? இங்கிலீஷ் அப்படியே டிரான்ஸ்லேஷன் பண்றேன். உனக்கு ரொம்ப ரஜினி சார் பாட்டு. நீ என்ன நான் என்ன நிஜம் என்ன பொய் என்ன சந்தர்ப்பம் அரிதாரண்டி அப்படின்னு என்ன அர்த்தம்? ஹூ ஆர் யூ, ஹூ ஆம் ஐ, வாட் லை, வாட் ட்ரூத், சிச்சுவேஷன் கல்பிரிட்டடி, எல்லாமே நடக்கட்டும் எங்கேயே நடக்கட்டும், உனக்கென்ன எனக்கென்னடி, எல்லாவும் இருந்தாலும் நல்லோரை மதிப்போர்கள் உலகத்தில் கிடையாதடி, இன்பங்கள் துன்பங்கள் சமமாக வந்திட இது போல ஆனேனடி, நான் பொல்லாதவன், சப்போர்ட் பண்றேன், பொய் சொல்லாதவன், என் நெஞ்சத்தில் வஞ்சங்கள் இல்லாதவன், ஊர் வம்புக்கும் சண்டைக்கும் செல்லாதவன், கைகட்டி வாய் மூடி யார் முன்பும் நான் நின்று ஆதாயம் தேடாதவன், அந்த ஆகாயம் போல் வாழ்பவன், தாத்தா 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 பிரி 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 பிரி. கரெக்டா? ഓക്കെ ബാല, ഒത്തിരി സന്തോഷം. இல்ல, எனக்கு சந்தோஷம் சார். இன்னைக்கு கிறிஸ்மஸ் கூட வந்து நீங்க எல்லாம் வந்து ஒரு இன்டர்வியூ இல்ல, இட்ஸ் கெட் ടുഗദർ. മനസ്സ് നിറഞ്ഞ് നമ്മൾ ചിരിച്ചു, കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു, കുറച്ച് ചിരിച്ചു. എല്ലാം മനസ്സിന്റെ ഉള്ളിലിടുമ്പോഴും ബാല പ്രേക്ഷകർ മുമ്പിൽ, എന്റെ മുമ്പിലിരുന്നു, എന്റെ പ്രേക്ഷകർ മുമ്പിൽ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുന്നുള്ള ഒരു സാധാരണ ഒരു தாட், அത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും வேற ஒன்றும் எக்ஸ்பெக்ட் பண்ணல. உங்ககிட்ட நான் காசு பண்ண உதவி எக்ஸ்பெக்ட் பண்ணல. என்னையும் கூட உங்க குடும்பத்துல ഒരു മനുഷ്യനെ കൺസിഡർ பண்ணிங்கன்னா കുറച്ചു കൂടെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ സ്നേഹം ഒരിക്കലും കുറയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ. പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഒരാളുടെ വേദന, ഒരാളുടെ സങ്കടം, അതിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് അപ്പുറം ഒരു സങ്കടത്തിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക. ആ മനുഷ്യത്വമാണ് ഞാൻ ഇന്നിവിടെ എത്തിയതും ഈ ക്രിസ്മസ് ദിനത്തിൽ ബാലയോടൊപ്പം കൂടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. താങ്ക് യു.